സ്വാഗതം പവർ പ്ലേയിലേക്ക്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ കൂടി വരുന്ന കാഴ്ച നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ആരോപണങ്ങൾ വരുന്നു, അതിൻ്റെ പേര് നടപടി വരുന്നു. ഇതൊക്കെ ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്നതിനോടനുബന്ധിച്ച് രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന ചൂടായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. ചൂട് കൂടിയായിട്ട് നമ്മൾ കണക്കാക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങളുണ്ട്. അതിന് മുമ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF മുഖ്യകക്ഷിയായുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഉയരുന്ന അഭ്യൂഹങ്ങളിൽ പ്രധാനപ്പെട്ടത്. CPM-നെ സംബന്ധിച്ചാണെങ്കിൽ, LDF മുഖ്യകക്ഷിയായ CPM-നെ സംബന്ധിച്ചാണെങ്കിൽ, CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയ അംഗങ്ങളെ ഒഴിവാക്കി പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക എന്നൊരു തീരുമാനമെടുത്തിരുന്നു. അതുപോലെ തന്നെ 2016 മുതൽ 2021 വരെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന എല്ലാ ആളുകളെയും മാറ്റി പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ, 2021-26 പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനും തീരുമാനിച്ചിരുന്നു. ഇതേ സ്ട്രാറ്റജി 2026 ആവർത്തിക്കുമോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ചെറിയ പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ 2021 സ്ട്രാറ്റജി ആവർത്തിക്കുമോ, 2 ടേം തുടർച്ചയായ അംഗങ്ങളായവരെ ഒഴിവാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ചൊന്നും പാർട്ടി ഇപ്പോൾ പരിശോധിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പരിശോധിച്ച് ഒരു നിലപാട് സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. VD സതീശനോട് ചോദിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും എങ്കിലും ഞങ്ങൾക്ക് തരൂ എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇതേക്കുറിച്ചാണ് ഇന്ന് പവർ പ്ലേയിൽ സംസാരിക്കുന്നത്. പ്രശാന്തിന് എന്താ തോന്നുന്നത്? ആദ്യം നമുക്ക് ഈ MP-മാരും മത്സര രംഗത്തേക്ക് വരുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം MLA-മാർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 MLA-മാരാണ്, സിറ്റിംഗ് MLA-മാരാണ് മത്സരിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF MLA-മാരെ മത്സരിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടു. MP-മാർ തിരിച്ചു മത്സരിക്കുക എന്നുള്ള അതിനുള്ളൊരു സാധ്യത ഉണ്ടോ? അത് ഒരു സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയൊരു മൂവാണ്. അല്ല, ഇലക്ഷനിൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ രീതികളും അവലംബിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളൊരു കാര്യമല്ല. അപ്പോൾ MP ആണോ മറ്റെന്തെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെയാണ് ആ ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഉള്ള സ്വാധീനമാണ്. ഒരുപക്ഷെ MP എന്ന നിലയിലല്ലെങ്കിൽ പോലും വേറെ ഏതെങ്കിലും നിലയിലൊക്കെ അവിടെ സ്ഥാനം ഉറപ്പിച്ച ആളുകൾ എന്ന നിലയിലായിരിക്കാം പരിഗണിക്കുന്നത്. പക്ഷേ MP-മാർ എന്ന നിലയിൽ അവരുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഒരു ഘടകമായിരിക്കും. അപ്പോൾ MP-മാർ മത്സരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പം തന്നെ ഏതാണ്ട് ഒരു ഡസനോളം ആളുകൾ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുവെന്നും അതിൽ വളരെ ജനസ്വാധീനമുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഈ ജനസ്വാധീനം എന്നുള്ള ഘടകം എങ്ങനെ അളക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അളക്കാനുള്ളൊരു മാർഗമായിട്ടാണ് കാണുന്നത് MP-യുടെ പ്രവർത്തനം. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ പോപ്പുലാരിറ്റി അളക്കുക എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ടല്ലോ. അപ്പം കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അത്ര ഒരു പാർട്ടി പ്രവർത്തനവും അവരുടെ പാർലമെൻ്ററി രംഗത്തുള്ള പ്രവർത്തനവും രണ്ടും പരിഗണിക്കാറുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പോപ്പുലാരിറ്റി അളക്കാൻ ശ്രമിക്കുന്ന അതിൻ്റെ ഒരു ഘടകം എന്നുള്ളത് ഈ പാർലമെൻ്ററി രംഗത്തുള്ള പ്രവർത്തനം മികവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഇവരൊക്കെ മത്സരിച്ച് അഥവാ ജയിച്ചു കഴിഞ്ഞാൽ എന്താവും? പിന്നെ ലോക്സഭ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്താവും എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ BJP വളരെ സീരിയസ് ആയിട്ട് കേരളത്തെ നോട്ടമിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അമിത്ഷാ വന്നിട്ട് പറഞ്ഞു വിഷൻ 2026
ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ന് പിണറായി വിജയൻ അക്കാര്യം പറഞ്ഞു ഇന്നത്തെ മീറ്റിങ്ങിൽ. വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട് BJPയുടെ കടന്നു കയറാനുള്ള ശ്രമം എന്നുള്ളത്. അപ്പോൾ ഈ ഇപ്പോഴുള്ള ആളുകൾ മത്സരിച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുമല്ലോ. അപ്പോൾ ഒന്നുകിൽ MP-മാർ മത്സരിച്ച് കഴിഞ്ഞാൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരും. അങ്ങനെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്കുള്ള അവസരം എന്ത് എന്നുള്ളത് പ്രധാന ഘടകമാണ്. പക്ഷേ പുറമേയുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളമാണ് പ്രധാന ഘടകം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാം. കാരണം കേരളത്തിൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയൊരു പ്രോപ്പഗാൻഡ, അതൊരു പ്രോപ്പഗാൻഡ മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴുള്ള ഈ പ്രതിഭാസങ്ങളൊക്കെ വച്ചിട്ട് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് CPM വളരെ വളരെ സീരിയസ് ആയിട്ട് 3-ാം തവണ അധികാരത്തിൽ വരിക എന്ന കാര്യം വളരെ സീരിയസ് ആയി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ MP-മാരെ മത്സരിപ്പിക്കുക എന്നുള്ളത് എത്രമാത്രം എന്താ പറയുക ഒരു പൊളിറ്റിക്കലി വൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആവും എന്ന കാര്യം സംശയമുണ്ട്. ഇപ്പോൾ 1-2 പേര് മത്സരിക്കുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. ഈ ഒരു ബൾക്കായിട്ട് MP-മാരെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഒരു ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ്, വേക്കൻ്റ് ആവുന്ന സീറ്റ് എങ്ങോട്ട് പോകും? അത് BJP എന്ന ത്രെറ്റ് അവിടെ നിൽക്കുന്നത് കൊണ്ട് അത് അത്ര വലിയ ഒരു സേഫ് ആയിട്ടുള്ളൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. ഇത് പറയുമ്പോഴും ഇതിപ്പോൾ ഒരു പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതൊരു സേഫ് ടാക്ടിക്സ് ആണോ എന്ന സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇപ്പോൾ കെ സുധാകരൻ അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് ഒരു സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹം അന്നുണ്ടായിരുന്നു. കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ ഒരു സീറ്റ് പിടിക്കാം എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ആ വിചാരം അവരെ സംബന്ധിച്ച് അത്ര എന്താ പറയുക മോശമാണെന്ന് പറയാൻ പറ്റില്ല. അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ നിന്ന് മാറി കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് പിടിക്കാം എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. എറണാകുളത്ത് ഹൈബി ഈഡൻ വൈപ്പിനിൽ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് പിടിക്കാൻ സാധിക്കും എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. അതിനൊന്നും നമ്മൾ എന്താ പറയുക മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലക്ഷ്യം, അതായത് കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ള വലിയ ലക്ഷ്യം അവരുടെ മുമ്പ് നിൽക്കുമ്പോൾ ആ സ്ട്രാറ്റജി അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് വലിയ തെറ്റില്ല. അതിലുള്ളൊരു വലിയ പ്രശ്നം ഇതിപ്പോൾ പുറമേ വരുന്ന ആഗ്രഹങ്ങൾ കുറേയൊക്കെ ഈ MP-മാരുടെ തന്നെ ആഗ്രഹങ്ങളാണ്. അവർ നോക്കുമ്പോൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം UDF അധികാരത്തിൽ വരുമ്പോൾ ഞാനൊക്കെ മന്ത്രിയാവണ്ടേ എന്നൊരു ചിന്ത ഈ പ്രമുഖ MLA-മാരുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, MP-മാരുടെ ഉള്ളിൽ. അപ്പോൾ അവർ ഞാൻ ഇത്രയും കാലമായി പക്ഷേ കേരളത്തിലൊരു മന്ത്രി ആയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അതിനകത്ത് നേരത്തെ മന്ത്രിയായ ആൾക്കാരുണ്ട്, സുധാകരനെ പോലെ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ പ്രശാന്ത് പറഞ്ഞ കേന്ദ്രത്തിലെ വിവരം അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ ലീഗിൻ്റെ അംഗസംഖ്യ ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നു. കോൺഗ്രസ്സിന് അതിനേക്കാൾ അപ്പുറത്തെത്തുന്ന തരത്തിൽ ഇപ്പോൾ പലരും CPM ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ലീഗായിരിക്കും മുഖ്യമന്ത്രി, അല്ലെ ആ തരത്തിൽ അവർ പ്രചരിപ്പിക്കുന്നത്. UDFിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ലീഗാവും. അപ്പോൾ അതിനേക്കാളൊക്കെ മറികടന്ന് കോൺഗ്രസ്സിന് അതിൻ്റെ സർവ്വകാല പ്രതാപവും കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു അംഗസംഖ്യ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിനവർ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഓരോ സീറ്റും വെച്ചിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റിൽ ആര് ജയിക്കും, അല്ലെ ആരെ നിർത്തിയാൽ ജയിക്കും എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും പല MP-മാരുടെയും പേര് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ അടൂർ പോലെ, കണ്ണൂർ പോലെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള പേര് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരത് വളരെ കാര്യമായി തന്നെ ആലോചിക്കേണ്ടി വരും. പക്ഷേ അതിനപ്പുറം ഉണ്ടാകുന്നൊരു വിഷയം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഡൽഹിയിൽ നിന്ന് പോന്നാൽ പിന്നെ ഈ ഒഴിയുന്ന സീറ്റ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് തന്നെ ജയിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ ആറ്റിങ്ങൽ പോലുള്ളൊരു മണ്ഡലം, ആറ്റിങ്ങൽ നിന്ന് അടൂർ പ്രകാശ് വന്ന് കോന്നിയിൽ മത്സരിച്ചിട്ട് ആറ്റിങ്ങൽ ഒരു MP സ്ഥാനം വീണ്ടും നിലനിർത്താൻ പറ്റുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. കാരണം അത്രയും ഷുവർ സീറ്റ്, അല്ലെങ്കിൽ അത്രയും കാലം CPM കൈയടക്കം വെച്ചിരുന്ന ടൈറ്റ് ഫൈറ്റ് ആണെന്നാണ്. അപ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് ഒന്നും നമുക്ക് ഒരു തരത്തിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ 100-101 സീറ്റ് കിട്ടി ഏതാണ്ട് ഒരു വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് 1-2 സീറ്റ് പോലും കുറയുമ്പോഴേക്കും ഈ താഴേക്ക് പോരുകയാണത്. 99-98 എന്നൊക്കെയുള്ള മട്ടിലേക്ക് ഇപ്പോൾ 2 പേര് മാത്രമാണ് ജയിക്കുന്നെങ്കിൽ പോലും. പക്ഷേ ഇത് വളരെ ജീവൻ മരണ പ്രശ്നമാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എടുക്കുകയാണെങ്കിൽ പോലും 1-2 പേര്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം, ഇവരിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി കനകോലു സിദ്ധാന്തം അനുസരിച്ചൊക്കെ പഠനം നടത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും സമുദായ സമവാക്യങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ വരാം.
അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വെച്ചിട്ട് ഉള്ള ആലോചനകൾ മാത്രമേ സാധ്യതയുള്ളൂ. പക്ഷേ വലിയ മോഹങ്ങൾ വെച്ച് നടക്കുന്ന MP-മാരുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിലിപ്പോൾ ഷാൻ്റെ ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യമുണ്ട്. 1-2 പേര് മത്സരിക്കും. ഇപ്പോൾ കണ്ണൂർ പിടിക്കാൻ സുധാകരൻ മത്സരിക്കുന്നു, അല്ലെങ്കിൽ കോന്നി പിടിക്കാൻ അടൂർ പ്രകാശ് മത്സരിക്കുന്നു. അങ്ങനെ തുടങ്ങിയാൽ കോഴിക്കോട് നോർത്ത് പിടിക്കാൻ MK രാഘവൻ മത്സരിക്കുന്നു. അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ഒരു സീറ്റ് പിടിക്കാൻ മത്സരിക്കുന്നു. ശശി തരൂർ നേരത്തെ തന്നെ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ച ആളാണ്. കൊടിക്കുന്നിൽ സുരേഷ് ആ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആന്റോ ആന്റണി ആ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹൈബി ഈഡൻ ആ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും മത്സരിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. ആർക്കെങ്കിലും ഒരാൾക്ക് ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വരില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ഇതിൽ പ്രധാനമായിട്ട് അന്ന് നമ്മൾ ഇതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന് 2019 അന്നൊരു വലിയ മോഹങ്ങളൊക്കെ ആയിട്ടാണ് ഈ സീനിയർ നേതാക്കന്മാരെല്ലാം മത്സരിച്ചതും ഡൽഹിക്ക് പോയതും ഒക്കെ. ലോക്സഭയിലേക്ക് മത്സരിച്ച ഇവിടെ പിന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വല്ലാത്ത തിരിച്ചുവരവ് നടത്താൻ പോകുന്നു എന്നുള്ള ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ ആ ചിന്തയിലാണ് അവർ മത്സരിച്ചത്. അന്ന് ജയിച്ചു. അതേപോലെ തന്നെ സിറ്റിംഗ് MP-മാർക്കെല്ലാം സീറ്റ് കൊടുക്കുന്ന തരത്തിൽ വീണ്ടും ജയിച്ചു. പക്ഷേ ഈ 10 വർഷം അവിടെ ഇരിക്കുന്നു. ഡൽഹിയിൽ പ്രത്യേകിച്ച് ഇവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുണ്ട്. സത്യത്തിൽ കേരളത്തിൽ നിന്ന് പോയ എത്ര MP-മാരുണ്ട് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്? ഇപ്പം ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകെ അവിടെ കേന്ദ്ര സർക്കാരിന്റെ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബില്ലുകളെ കുറിച്ചുള്ള പഠനവും കാര്യങ്ങളൊന്നുമില്ല. ബില്ലിൽ വളരെ എന്താ പറയുക പഠിച്ചുകൊണ്ട് പോയി അവിടെ പ്രസന്റ് ചെയ്യാനൊന്നുമില്ല. കാരണം ഒരു ബില്ലും അങ്ങനെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല, അതെടുത്ത് പോവാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരങ്ങൾ കേരളത്തിൽ നിന്ന് പോകുന്ന എത്ര പേർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? വളരെ ചുരുക്കം ആളുകൾ. KC വേണുഗോപാലിനെ പോലെയുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ആ തരത്തിൽ ശബ്ദമുയർത്തി കേരളത്തിന്റെ ഒരു ശബ്ദം കാണിക്കും. ഇപ്പോൾ പിന്നെ കൊല്ലം MP അത് പ്രേമേന്ദ്രൻ ആ കാര്യത്തിൽ ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? അപ്പൊ അവർക്ക് അവിടെ അതിന് പെർഫോം ചെയ്യാനാവുന്നില്ല. പിന്നെ അവരവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നു. പിന്നെ ഇവിടെയാണ് ഈ മന്ത്രിസ്ഥാനം എന്നെ വിളിക്കുന്നു എന്ന ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നു. അതുകൊണ്ടാണ് ഈ MP-മാരെല്ലാവരും കൂടി കൂട്ടത്തോടെ ഇവിടേക്ക് വരാൻ നോക്കുന്നത്. ഇത് ഒരു കാര്യം കൊണ്ട് ചോദിച്ചിട്ട് ഇപ്പോൾ കനുകൂലുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കനുകൂലുവിൻ്റെ ഡിസ്കഷൻസിലൊക്കെ പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ പരീക്ഷിക്കേണ്ട ആളുകളെ ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ മത്സരിപ്പിച്ചിട്ട് അവരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ MP-മാരെ കൊണ്ട് തിരിച്ച് മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് കോൺഗ്രസിനുള്ളിൽ വലിയൊരു കലഹത്തിന് കാരണമാവില്ലേ? കാരണം വെച്ചാൽ ഇവരൊക്കെ നിരന്തരം പാർലമെന്ററി അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ തന്നെ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ മത്സരിക്കുന്ന അവസ്ഥയാണ്. അല്ലാതെ കോൺഗ്രസിൽ എല്ലാ കാലത്തുള്ള പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ആളുകൾ മത്സരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആളുകൾ മാറ്റി നിർത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പോൾ സ്ട്രാറ്റജിസ്റ്റുകൾ ഇങ്ങനെ പലതും പറയും. അതൊന്നുമല്ല കോൺഗ്രസിൽ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ അതിലെ സമവാക്യങ്ങളാണ്. ഇപ്പം AI എന്നുള്ള സമവാക്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് പല രീതിയിലുള്ള സമവാക്യങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ജയിച്ചു കഴിഞ്ഞു, ഇനി മന്ത്രിയാവാം എന്നുള്ള ഒരു 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 ആത്മവിശ്വാസം, അതിൽ നിന്നാണല്ലോ ഈ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസ്സിലൊരു പുതിയ കാര്യമൊന്നുമല്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എത്രയോ കാലമായിട്ട് കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാവും. ആദ്യം പ്ലാൻ ചെയ്യും, ഇങ്ങനെയൊക്കെ അവസാനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാറ്റിമറിക്കുന്ന ചില സമവാക്യങ്ങൾ അതിനുള്ളിലുണ്ടാവും. അപ്പോൾ അതിലൊരു ഘടകമായിട്ട് മാത്രമേ ഇത് വരുള്ളൂ. പെർഫോമൻസ് അനുസരിച്ചിട്ടൊന്നുമല്ല കോൺഗ്രസ്സിൽ സീറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കോൺഗ്രസ്സുകാർക്ക് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. മറ്റു പല ഘടകങ്ങളാണ്. മറ്റേ ഘടകങ്ങൾ അത് സാമുദായിക ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഈ ഹൈക്കമാൻഡുമായിട്ടുള്ള ബന്ധം, കേരള നേതൃത്വവുമായിട്ടുള്ള ബന്ധം, അങ്ങനെയാണ് പലപ്പോഴും സീറ്റുകൾ കോൺഗ്രസ്സിൽ ലഭിക്കുന്നത്. എപ്പോഴും ഇന്നബിലിറ്റി എന്നൊരു ഘടകം വെച്ച് മാത്രമല്ല ചെയ്തത്. അപ്പം അതുകൊണ്ട് പോൾ സ്ട്രാറ്റജി കനകൂലോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരു സ്ട്രാറ്റജി ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല കേരളത്തിലെ കോൺഗ്രസ്സിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ്സിനുള്ളിൽ നോക്കാനുണ്ട്. അത് റീജിയണൽ ബാലൻസ് നോക്കേണ്ടി വരും, കമ്മ്യൂണൽ ബാലൻസ് നോക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഒരു ഘടകം മാത്രമാണ് ഈ പോൾ സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പോൾ ഈ ജയിക്കും എന്നുള്ളത്, വിന്നബിലിറ്റി എന്നുള്ളതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ സ്വീകാര്യത, ജനങ്ങൾക്കുള്ള സ്വീകാര്യത എന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ
വേറെ പല ഘടകങ്ങളാണ്. അപ്പോൾ അതിൽ ഈ ഒരു MP സ്ഥാനം എന്നുള്ളത് MP ആയി നല്ല പെർഫോമൻസ് നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. പാർലമെന്റിൽ നല്ല പെർഫോമൻസ് അല്ലല്ല, കേരളത്തിൽ നല്ല പെർഫോമൻസ് കാണുന്നു. കേരളത്തിലെ ഓരോ വീട്ടിലും മരണമുണ്ടാകുമ്പോൾ പോകുന്നു, ഓരോ ജനങ്ങളെ നർച്ചറിങ് ദ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയല്ലോ നമ്മൾ. ഓരോ ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന രീതിയിൽ ഉള്ള ഒരു MP. അപ്പോൾ ശശി തരൂരിനെ കുറിച്ചുള്ള വലിയ പരാതി അതാണല്ലോ, അദ്ദേഹം വിശ്വപൗരനല്ലേ, മണ്ഡലത്തിൽ നർച്ചർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്, കല്യാണങ്ങൾക്കും മണ്ഡലത്തിനും പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം നേരത്തെ സുഭാഷ് പറഞ്ഞ പോലെ അവിടെ പോയിട്ട് ഒരു പെർഫോമൻസും നമുക്ക് പറയാൻ പറ്റില്ല, എന്ത് പെർഫോമൻസാണ് അവർ കാഴ്ചവെക്കുന്നത് എന്നുള്ളത്. ഇപ്പം കാരണം BJP ഗവൺമെൻറ് ഡിസ്കഷൻ ഇല്ലാതെ ആണ് ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത് നമുക്കറിയാം, കൃത്യമായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ്. അപ്പം അതിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പഠിക്കാൻ അവസരമൊന്നുമില്ല, ആകെ ചെയ്യാതെ ഒച്ച വെക്കുക എന്നുള്ളതാണ്. ഒച്ച വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സഭ പിരിച്ചു വിടുന്നു, അല്ലെങ്കിൽ ഇവരെ പിടിച്ച് പുറത്താക്കുന്നു. അപ്പോൾ ആ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം അവിടെ നടത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അവർക്ക്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അപ്പോൾ അവർ ഇപ്പോൾ ഓരോ MP-യും ചെയ്യുന്നത് തന്നെ ഏൽപ്പിച്ച ജോലി എന്നുള്ളത് ലോക്സഭയിലോ രാജ്യസഭയിലോ പോയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് തൻ്റെ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഘടകം, അതായത് MP-മാരെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇതിലേറ്റവും എക്സ്പ്ലിസിറ്റ് ആയിട്ട് രണ്ടുപേരെ കുറിച്ചാണ് പരാമർശങ്ങൾ വന്നത്. ഒന്ന് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് ഓപ്പണായി തന്നെ ഒരു ടെലിവിഷൻ ചാനലിനോട് സംസാരിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം മറച്ചു വയ്ക്കാതെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് അനുവദിച്ചാൽ മത്സരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോന്നിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ന് എല്ലാവർക്കും വളരെ ക്ലിയറുമാണ്. പിന്നെ ഉള്ളത് വടകരയിൽ വെച്ച് KPCC പ്രസിഡന്റ് ഷാഫി പറമ്പലിനെ പാലക്കാട്ട് മത്സരിപ്പിക്കണം എന്നുള്ള ഡിമാൻഡുണ്ട് എന്ന് പറയുമ്പോൾ ഷാഫി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറയുന്നുമുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടുത്തെ MLA-ക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ, പാലക്കാട്ട് MLA-ക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ തവണ വടകരയിലേക്ക് വന്ന പോലെയുള്ളൊരു പോക്ക് ഷാഫിയുടെ കാര്യത്തിൽ തിരിച്ചു പ്രതീക്ഷിക്കണം? ഇപ്പോൾ നിലനിൽക്കുന്ന സിറ്റുവേഷനിൽ സാധ്യതയില്ല. കാരണം അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുന്നതാണ്. കാരണം ഷാഫിക്കെതിരെയുമുള്ള അങ്ങനെയാണല്ലോ, ഷാഫിയും സതീശനുമാണ് രാഹുലിനെ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പെങ്കിലും അങ്ങനെ ഒരു സ്ട്രാറ്റജി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ സ്ട്രാറ്റജി അപ്പോൾ മുരളീധരനെ മാറ്റി അല്ല, ഇതിനൊരു 5-6 മാസം സമയമുണ്ടല്ലോ, ഇപ്പോൾ ഈ ക്ലൈമറ്റ് മാറാനുള്ള സമയം അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പാലക്കാട് ഷാഫി തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അറിയില്ല, അത് കോൺഗ്രസ്സാണ്, അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എല്ലാറ്റിലും 2-3 പേര് മാത്രമാണ് ജയിക്കുന്ന ആളുകൾ എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. K മുരളീധരനെ എത്ര സ്ഥലത്ത് അവർ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ വേറെ മാർഗങ്ങൾ നോക്കേണ്ടി വരും കോൺഗ്രസ്. അപ്പോൾ ഷാഫി ഇല്ലെങ്കിൽ പാലക്കാട് ജയിക്കില്ല, അടൂർ പ്രകാശ് ഇല്ലെങ്കിൽ കോന്നി ജയിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ലിമിറ്റേഷനാണ്. കാരണം പലരും അങ്ങോട്ടേക്ക് പോയത് മനസ്സില്ലാതെ പോയതാണ്. നമുക്കറിയാം, ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ നിർബന്ധിച്ച് പലരും പോയതാണ്. അവർക്ക് എപ്പോഴും അവർ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പറയാറുണ്ടല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമായി നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ രീതി അനുസരിച്ചിട്ട് എന്ത് പരീക്ഷിക്കണം. കാരണം അത് വരെ സംബന്ധിച്ചോളം 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മഹത്യ. അത് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം ഇനി 5 വർഷം കൂടെ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് അവരുടെ സംഘടനാപരമായ അടിത്തറയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും. അതുണ്ടാകാതിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓൾ ഔട്ട് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് അവർ പോകേണ്ടി വരില്ല. അപ്പോൾ ഈ MP-മാരെ മത്സരിക്കണമെങ്കിൽ അവർ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നില്ല. അപ്പോൾ അതിൽ MP-മാർ മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കും എന്ന് ഇപ്പോൾ 20 MP-മാരോ അല്ല 19 MP-മാരും ഇവിടെ മത്സരിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സീറ്റുകൾ നമ്മൾ ഇന്നയാൾ മത്സരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും എന്നൊരു കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ
ആ സീറ്റിൽ മത്സരിക്കുന്നത് കുഴപ്പമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇത് എങ്ങനെ തീരുമാനിക്കും? ഇത് ഈ എം പിമാരെ മത്സരിപ്പിക്കുക എന്നുള്ളത് ഈ ഘടകത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ്. ഒരു ഘടകം മാത്രമാണ്. വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും വളരെ സീരിയസ് ആയിട്ട് ഒരു ചർച്ചയായിട്ട് ഇതിനെ കാണേണ്ടതില്ല. എം പിമാർ മത്സരിച്ചാൽ എന്തായാലും അധികാരത്തിൽ വരും എന്നുള്ളത് ഒരു വൺ ഓഫ് ദി എലിമെൻറ്റ്സ് നല്ല രീതിയിലല്ലാതെ അത് മാത്രമായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് പറയാൻ വയ്യ. റൈറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിറ്റിംഗ് എം എൽ എമാരുടെ കാര്യത്തിലാണ് CPM-ന് വലിയ തലവേദന ഉള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 2021 2 തവണ തുടർച്ചയായി മത്സരിച്ച MLA ആളുകളെ മുഴുവൻ മാറ്റി. അതിൽ തലപ്പൊക്കം ഒന്നും നോക്കിയിട്ടില്ല. തോമസ് ഐസക്കിനെ പോലെ, G. സുധാകരനെ പോലെ, അങ്ങനെ EP ജയരാജനെ പോലെ വലിയ പാർട്ടിയിലും പൊതുമധ്യത്തിലും വലിയ തലപ്പൊക്കം ഉണ്ടായിരുന്ന നേതാക്കളെ മുഴുവൻ മാറ്റിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കിയത്. ആ സ്ഥാനാർത്ഥി പട്ടികയാണ് 2016 കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടെ അധികാരത്തിൽ വരുന്നത്. മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ മന്ത്രിമാരായിരുന്നവരെ മുഴുവൻ മാറ്റി. KK ശൈലജ ടീച്ചർ കഴിഞ്ഞ 2016-2021 മന്ത്രിസഭയിൽ വലിയ ഇമേജ് ഉണ്ടാക്കിയ മന്ത്രിയെ ഒരു തരത്തിലും എടുക്കില്ല എന്നുള്ള തീരുമാനം എടുത്തു. വളരെ സ്ട്രിക്റ്റായിട്ട് തീരുമാനിച്ചു. ആകെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് മത്സരിച്ചത്. കഴിഞ്ഞ ദിവസം മനോരമയുടെ കോൺക്ലേവിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തുടർച്ചയായി ഒരു പദവിയിൽ ഒരാളെ ഇരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ രീതിയല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ 2 പേരെ 2 വട്ടം തുടർച്ചയായി മത്സരിച്ച് ജയിച്ച ആളുകളെ മാറ്റുക എന്നുള്ളത് ഇത്തവണയും ഒരു എന്താ പറയുക മാനദണ്ഡമാക്കിയിട്ട് CPM തുടരും എന്ന് തോന്നുന്നുണ്ട്. 3ാം ടേം ലക്ഷ്യമുണ്ട് അവർക്ക്. അതെ, അത് ഉറപ്പായിട്ടും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് ഒരു തുടർച്ചയായിട്ടുള്ള ഭരണം തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കോൺഗ്രസ് ഇപ്പോൾ കരുതുന്ന പോലെ തന്നെ എങ്ങനെ അത് ജയിപ്പിച്ചെടുക്കാമെന്ന ചിന്തയിൽ തന്നെയാണ് CPM. അതുകൊണ്ടാണ് അവർ ഈ തീരെ ആരോഗ്യകരമായ എന്താ പറയുക അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലല്ലെങ്കിൽ പോലും പിണറായിയെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോകുന്നു. അവർ 75 കഴിഞ്ഞ ആളുകളെ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് മാറ്റുക, 2 ടൈമുള്ളവരെ പാർലമെന്ററി രംഗത്ത് നിന്ന് മാറ്റുക എന്നുള്ളൊരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ വന്നത്. അത് ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അതിനോട് പോലും നമ്മുടെ എന്താ പറയുക പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ പോലും മുഖം തിരിഞ്ഞു നിന്നു. ഈ G. സുധാകരനൊക്കെ ഇപ്പോഴും അതിൻ്റെ ചുരുക്കമായി നടക്കുന്നുണ്ട് 4-5 വർഷം കഴിഞ്ഞിട്ടും. അപ്പൊ അത് എത്രയായി. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ട് പോലും അത് ദഹിക്കാൻ കഴിയാത്ത തരത്തിൽ ഇദ്ദേഹമൊക്കെ പുറത്തെങ്കിലും പറയുന്നുണ്ട്. മിക്ക ആളുകളും പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ, ഉള്ളിലതുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും എന്താ പറയുക എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു അധികാരമോഹമോ അല്ലെങ്കിൽ സ്ഥാനലബ്ധി മോഹമോ ഒക്കെ തന്നെയായിരിക്കും. നമ്മളപ്പോൾ അതിനെ അഴിമതി കാണിക്കാനുള്ള വ്യഗ്രതയായിട്ട് കൂട്ടണ്ട. G. സുധാകരനൊന്നും അങ്ങനെ അഴിമതി കാണിക്കാനൊന്നും ആയിരിക്കില്ല. പക്ഷെ ഒരു പദവി ഉണ്ടാവുക എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ത്വരയാണിത്. അത് സ്വാഭാവികമായിട്ടും. ഇനി അതല്ലെങ്കിൽ തന്നെ ഈ ഒരു ടൈമിൽ ഇതേ അവസ്ഥയിൽ മാറ്റി വരികയാണെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം പല സീറ്റുകളിലും ഇതേപോലെ ഇപ്പം അവളെ ഏതാണ്ട് സ്വന്തം സ്ഥലമായിട്ട് കോൺഗ്രസ് നേതാക്കൾ വെച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളുണ്ടാവും. അവിടെയൊക്കെ പോയി അവരെ അടിച്ച് വിൻ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പുതുമുഖത്തിനുള്ള സാധ്യതയേക്കാൾ ഇപ്പുറത്തുള്ള ഒരു കരുത്തനെ ആയിരിക്കും അതിന് കൂടുതൽ സാധ്യതയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ചിലർക്ക് ഇത് മാറ്റി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു കുറെ കൂടി ചിത്രം തെളിയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു കടുംപിടുത്തത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അത്രയും കടുംപിടുത്തം പിടിച്ചുകൊണ്ട് പലപ്പോഴും പ്രായോഗികമായിട്ട് ഏറ്റവും പല മണ്ഡലത്തിൽ സേഫായ മണ്ഡലങ്ങളിൽ പറ്റും. അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, കല്യാശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് പറ്റും. പക്ഷേ തളിപ്പറമ്പ്, മട്ടന്നൂർ ആ ഏരിയയിലൊക്കെ പറ്റുമായിരിക്കും. തെക്കോട്ട് പോകുമ്പോൾ നടക്കില്ല. തെക്കോട്ട് പോകുമ്പോൾ അവരതിനകത്തുനിന്ന് എന്തായാലും കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ആളുകളെ കൺസിഡർ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 3ാം ടേമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വലിയ ക്രൈസിസുകൾ LDF സർക്കാരും നേരിട്ടിരുന്നു. അതിനെ മറികടക്കുന്നതിലോ അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിലോ കാണിച്ചൊരു വൈഭവത്തിൻ്റെ പ്രതിച്ഛായ അവിടെ ഉണ്ടായിരുന്നു. ഈ 2ാം ടേം കഴിയുമ്പോഴത്തേക്കും തുടർച്ചയായി 10 വർഷം ഭരിച്ചിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട്. ഇപ്പോൾ ഒഡീഷയിലൊക്കെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ബിജു പട്നായിക് തുടർച്ചയായി ഭരിച്ച കാലത്തൊക്കെ അദ്ദേഹം ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സ്ട്രാറ്റജി തന്നെയായിരുന്നു. അതായത് തുടർച്ചയായി മത്സരിക്കുന്ന MLA-മാരെ മാറ്റുക, എന്നിട്ട് പുതിയ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഇത്തവണ LDF ആ സ്ട്രാറ്റജി സ്വീകരിക്കും, അതോ ഇപ്പോൾ സുഭാഷ് സൂചിപ്പിച്ച പോലെ ചിലയിടത്തെങ്കിലും എന്താ പറയുക ജനങ്ങളുമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുമായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസിയെ നെർച്ചർ ചെയ്യുന്ന MLA-മാർ അവരെ നിലനിർത്തിക്കൊണ്ടു പോകുമോ?
അല്ല, ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് കാര്യങ്ങളല്ല. ഒന്ന്, പാർട്ടി തീരുമാനിച്ച മാനദണ്ഡം അത് പാലിക്കണം. രണ്ടാമത്തത് തിരഞ്ഞെടുപ്പ് വിജയിക്കണം. മൂന്നാം ടേം വിജയിക്കണം. അപ്പോൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? പാർട്ടി എടുത്ത തീരുമാനമാണ് 75 വയസ്സ് കഴിഞ്ഞ ആളുകളെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക, 2 വർഷം തുടർച്ചയായ 2 തവണ. ഇപ്പോൾ ഇത് തീരുമാനമാണ്. അതേസമയം തന്നെ മുന്നിലുള്ളത് വേറൊരു യാഥാർത്ഥ്യമുണ്ട്. വേറൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ ആകെ ബാക്കിയുള്ള ഭരണം ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള, CPM സ്വാധീനമുള്ള ഭരണം എന്നുള്ളത് കേരളത്തിൽ മാത്രമാണുള്ളത്. അപ്പോൾ ഒരു ചോയ്സ് വരും, ഏത് വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സിദ്ധാന്തത്തോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തോട് മുറുക്ക പിടിച്ച് നിൽക്കണോ, അതോ ഈ ഭരണം തുടർച്ച ഭരണം അത് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായി മുന്നിൽ നിൽക്കുമ്പോൾ ഈ കാര്യത്തിൽ കടുംപിടുത്തം വേണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അടക്കം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. കാരണം ഓരോ സീറ്റിലും ആർക്കാണ് വിന്നബിലിറ്റി എന്നുള്ളത്, അത് ഈ ഘടകങ്ങളൊക്കെ മാറും. അതായത് ഈ 2 പ്രാവശ്യം മത്സരിച്ചു എന്നുള്ളത് ചിലർക്ക് മാത്രമല്ല, അത് വ്യാപകമായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ പുതുമുഖങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്നത്, പുതുമുഖങ്ങളെ കൊണ്ടുവരിക എന്നതിലൂടെ ഈ ഭരണവിരുദ്ധ വികാരം മറക്കാൻ പറ്റുമെന്നുള്ളത് ഒഡീഷയിലൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിൽ നമ്മൾ ഭരണത്തെയാണ് വിലയിരുത്തുന്നത്. അതെ, അതുകൊണ്ട് ഒരു പുതുമുഖം വന്നാൽ നമ്മൾ ഉടനെ അതിൻ്റെ ഭരണവിരുദ്ധ വികാരം ഇല്ലാതാവുന്നുള്ള അങ്ങനെ ഒരു തോന്നൽ കേരളത്തിലില്ല. അപ്പോൾ CPM സംബന്ധിച്ചോളം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിലിപ്പം ചെറിയ സംഖ്യയല്ല ഇത്. 60 MLA-മാരിൽ 23 പേര് ഔട്ടായി പോകും. അതിൽ തന്നെ ഇപ്പൊ സുഭാഷ് നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇപ്പൊ അവരുടെ സേഫ് സോൺ ആയിട്ടുള്ള മണ്ഡലങ്ങൾ, വളരെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മണ്ഡലങ്ങൾ ഒരുപക്ഷെ പരീക്ഷ സാധ്യതയ്ക്കുണ്ട്. പക്ഷെ തിരുവനന്തപുരത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട, വട്ടിയൂർക്കാവ്, ഇങ്ങനെയുള്ള ഇപ്പൊ നേമം പോലും നേമത്ത് മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഇത്തരം മണ്ഡലങ്ങളിൽ അവര് പലകൂടി മത്സരിച്ച് ജയിച്ചവരാണെങ്കിൽ പോലും അവരെ മാറ്റുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ആയിട്ട് മാറും. അതെ, ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നേമം പോലത്തെ ഒരു മണ്ഡലത്തിൽ ഇപ്പൊ ശിവൻകുട്ടിയെ മാറ്റിയിട്ട് ആര് പകരം എന്ന് ചോദിച്ചാൽ അവിടുത്തെ ജനം സമ്മതിക്കില്ല. അവിടുത്തെ സഖാക്കന്മാർക്ക് ശിവണ്ണൻ മതി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഈ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയം വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നല്ലോ, മറ്റേ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണെന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞത് ഇദ്ദേഹത്തെ മന്ത്രിയാക്കാനാണ്. പിന്നെ ശിവൻകുട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറും, അദ്ദേഹത്തിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇപ്പോൾ ശിവൻകുട്ടി വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. അദ്ദേഹം കാര്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. മിക്കവാറും ശിവൻകുട്ടി വളരെ സജീവമാണ്. കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വളരെ സെൻസിബിളാണ്. ഇവരെക്കാളൊക്കെ സെൻസിബിളായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം വട്ടിയൂർക്കാവ് പോലെയുള്ള സ്ഥലങ്ങളിൽ കടകംപള്ളിയെ മാറ്റിയിട്ട് അത്ര ഈസി ആയിട്ട് അവിടെ ഈ ടേമം പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല. കഴക്കൂട്ടം. അപ്പോൾ അതൊക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ തന്നെ CPM നേതാക്കന്മാരും അവരുടെ ഒരു ആരൂഢം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും. അത് അത്ര എളുപ്പത്തിൽ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു ആളെ കൊണ്ടുവന്ന് ഈ തെക്കൻ ജില്ലകളിൽ പ്രയാസം തന്നെയായിരിക്കും. ഈ തെക്കൻ ജില്ലകളിൽ ഇങ്ങനെ പ്രയാസമുണ്ട്, അതുകൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ മാത്രമായിട്ട് മാറ്റാൻ പറ്റുമോ? ഇപ്പോൾ തളിപ്പറമ്പ് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാനിടയില്ല, അതുകൊണ്ട് വേറൊരാൾ വരും എന്ന് വിചാരിക്കുക. പക്ഷെ മട്ടന്നൂർ 2 വട്ടം MLA ആയി എന്നുള്ളതുകൊണ്ട് KK ശൈലജ അവിടെ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരില്ലേ? വരും. അത് തലശ്ശേരിയിൽ വരും. അപ്പോൾ ഇത് എന്തിനാണ് പുതിയ ആളുകളെ കൊണ്ടുവരുന്നത് എന്ന് ചോദ്യം, ഇത് മാറ്റത്തിന് വേണ്ടിയുള്ള മാറ്റം അല്ലേ? അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കില്ലല്ലോ. അപ്പം ഈ ഒരു നീഡ് ഉണ്ടാണ്. ഒരു മാറിക്കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇലക്ടറലായിട്ടുള്ള നേട്ടം ഉണ്ടാവും. ഇതിപ്പം 2 ടേം ആയി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ മാറ്റുക എന്നുള്ളത് വളരെ യാന്ത്രികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഇത്ര കഴിഞ്ഞു അതുകൊണ്ട് ഇയാളെ മാറ്റുന്നു എന്നുള്ളത്. പക്ഷെ അതിന് പകരം ഈ മാറ്റുന്നതിന് അല്ലെങ്കിൽ മാറ്റുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഘടകം എന്താണ്, അത് മാറ്റേണ്ടി വന്നാൽ മാറ്റുക, അല്ലെങ്കിൽ അയാളെ നിലനിർത്തുക എന്നുള്ളത്. അത് അടിസ്ഥാന പ്രശ്നം വിജയിക്കുക എന്നുള്ള വിജയ സാധ്യത തന്നെയാണ്
നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏതെങ്കിലും ഒരു ആദർശത്തിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു പോയ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് അത് ശരിയായ കാര്യമാണ്. ഞാൻ വിവേക് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അത് ഒരു എന്താ ഒരു അലിഖിതമായ നിയമമായിട്ട് കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നേ ഉള്ളൂ. പക്ഷെ അത് പറയുമ്പോഴേ ഞാൻ സുഭാഷിനോട് കാര്യം ചോദിച്ചോട്ടെ, ഇത് ഒരു തീരുമാനം എടുക്കുന്നു, ആ തീരുമാനം നടത്തുന്നു, അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു യാന്ത്രികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അവരുടെ ഒരു പ്രകടനമോ അവരുടെ ഒരു ജനങ്ങളോടുള്ള അടുപ്പമോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഇതൊന്നും പരിഗണിക്കാതെ മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ CPI കുറെ കാലമായിട്ട് ഇത് പ്രക്രിയ വളരെ കംഫർട്ടബിൾ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. 2 ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാറ്റുന്നുണ്ട്, 1 ടേം കഴിയുമ്പോൾ അവർ എത്ര പെർഫോമൻസ് ഉള്ള മന്ത്രിയാണെങ്കിലും മാറ്റുന്നുണ്ട്. ആ പാർട്ടി അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മാതൃക അവിടെ ഉണ്ട്. അല്ല, അത് CPM-നെയും CPI ആ കാര്യത്തിൽ താരതമ്യപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം CPI അങ്ങനെ പല സംഭവങ്ങളും അവർക്ക് കുറെ കൂടി പ്രയാസമില്ലാതെ നടത്താൻ പറ്റും. കാരണം അവർക്ക് ഇതിന് മാത്രം വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. അവരേതാണ്ട് CPM-ന്റെ ഒപ്പം ചാരി ഒന്നിച്ചങ്ങ് പോകുന്ന ഒരു സംഭവമാണ്. ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു LDF നേരിടുന്ന ഒരു പ്രതിസന്ധിക്ക് CPI മറുപടി പറയേണ്ടി വരുന്നുണ്ടോ? ഒന്നുമില്ല. അവർ വളരെ സേഫ് സോണിൽ ശാന്തരായി സ്വസ്ഥരായി ജീവിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരെ പോലെ തീരുമാനം എടുക്കാൻ CPM-ന് ബുദ്ധിമുട്ടുണ്ടാവും, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് CPM ആണ്. ഈ എന്താ പറയുക, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM ആണ്. എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം മൂളേണ്ടി വരുന്നത് CPM ആണ്. വിജയിപ്പിക്കേണ്ടതടക്കം അവരുടെ പണിയാണ്. ഏതെങ്കിലും CPI മത്സരിക്കുന്ന മണ്ഡലത്തിൽ CPI-കാരാണോ അതിന് നേതൃത്വം കൊടുക്കുന്നത്? അതൊന്നല്ല, അതൊക്കെ ഈ CPM ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നതാണ്. അവരൊരു എന്താണ് പറയാ, ഒരു ക്ഷേമ പ്രവർത്തനം നടത്തും പോലെയാണ് CPI-യെ ഒപ്പം കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ CPI-യെ വെച്ചിട്ട് ഇതിന് പറയാൻ കഴിയില്ല. പക്ഷെ ഇതില് ഭയങ്കര തമാശയുള്ളൊരു കാര്യം, ഈ ഇലക്ഷൻ വരാൻ പോകുന്നത് നിയമസഭയിലേക്ക് ഉള്ളതിനേക്കാൾ മുമ്പേ പിന്നെ തദ്ദേശ അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. അതിൽ എങ്ങനെ വേണം, യുവാക്കൾക്ക് എത്ര കൊടുക്കണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ പുതിയ ആളുകൾക്ക് കൊണ്ടുവരുന്നോ അത് ചിലപ്പോൾ ഇനി പാർട്ടികൾ ഉള്ളിൽ ആലോചിക്കുന്നുണ്ടാവും. പുറമെ അത്തരം ഒരു ചർച്ച വരുന്നേ ഇല്ല. എല്ലാവരും MLA ആവുക, മന്ത്രിയാവുക എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകും. MP-മാർക്ക് ജില്ലാ പഞ്ചായത്തിൽ ഞാൻ ഈ വിഷയത്തിൽ ഒരു ചോദ്യമാണ് ചോദിച്ചോട്ടെ. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി മാറ്റാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ജയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ് പാർട്ടി ആയാലും മുന്നണി ആയാലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ LDF അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ CPM അങ്ങനെ ഒരു തീരുമാനം, ഈ തെരഞ്ഞെടുപ്പിൽ 2 ടേം എന്നുള്ളത് ഞങ്ങൾ നിർബന്ധമാക്കുന്നില്ല, വിന്നബിലിറ്റി ഫാക്ടർ ആക്കിയിട്ടാണ് ഞങ്ങൾ കാൻഡിഡേറ്റ്സിനെ നിശ്ചയിക്കുക എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ തീരുമാനമായിരിക്കും അതോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനമായിരിക്കും? അങ്ങനെ 2 തീരുമാനമുണ്ടോ? പാർട്ടിയുടെ തീരുമാനം, മുഖ്യമന്ത്രിയുടെ തീരുമാനം സ്ട്രിക്ട്ലി CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ 2 തീരുമാനമല്ലേ? അത് ശരിയാണ്. ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ നിലപാട്, പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് കണക്കാക്കിയിട്ട് അത് പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനം പാർട്ടി അംഗീകരിക്കുന്നതാവില്ലേ എന്നാണ് എന്റെ ചോദ്യം. അതാണ് അതാണല്ലോ ഞാൻ പറഞ്ഞ 2 നിലപാട് ഇല്ലാത്തത് അതുകൊണ്ടാണ്. അതായത് പിണറായി വിജയന്റെ നിലപാട് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അത് ആർക്കും അടുത്ത കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പാർട്ടിയുടെ തീരുമാനമായിട്ട് വരും. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നതാണ് പാർട്ടിയിലെ അവസാന വാക്ക് എന്നുള്ളത് ഇന്ന് ഒരു പാർട്ടി രഹസ്യം പോലും അല്ലല്ലോ. അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല, അത് പ്രകടമാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചോയ്സ് ആയിരിക്കും. ഇന്ന സീറ്റിൽ അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചോയ്സ് തന്നെയായിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ചില ചോയ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയാമല്ലോ, MP രാജേഷ്, P രാജീവ്, അങ്ങനെ റിയാസ്, അങ്ങനെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളായിട്ട് വന്നത് പിണറായി വിജയന്റെ നിർബന്ധം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കെ രാധാകൃഷ്ണൻ പോലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം കേരളത്തിലെ ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ പിണറായി വിജയനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു എന്താ പറയുക, ആവശ്യത്തിന് പറയാമെന്നല്ലാതെ ഈ കാര്യങ്ങൾ അവസാന വാക്ക് പിണറായി വിജയൻ്റെ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടാവും എങ്ങനെയാണ് ഇത് കൃത്യമായി ഇത് നടപ്പിലാക്കേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. അതനുസരിച്ച് തന്നെയാണ്
ചിലരെങ്കിലും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉള്ള SFIയുടെ പഴയ SFI DYFI നേതാക്കന്മാർ ചിലരെങ്കിലും ചില മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ പേരാമ്പ്ര പോലുള്ള മണ്ഡലത്തിൽ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിണറായി വിജയൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് തന്നെയായിരിക്കും അവസാനത്തെ തീരുമാനമായിട്ട് വരുന്നത്. മാറിയിട്ടുള്ള തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് ഒരു മിനിറ്റ്, ഞാൻ ഇതിനോട് അനുബന്ധിച്ചൊരു കാര്യമാണ് ചോദിച്ചോട്ടെ. ഈ പ്ലേസ്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ചില തീരുമാനങ്ങൾ, ചില സീറ്റുകളിൽ ഇന്ന ആളെന്നുള്ള തീരുമാനങ്ങൾ ഈ 2021 തുടർച്ചയായി 2 ടേം എന്നുള്ള മട്ടിൽ ഒഴിവാക്കപ്പെട്ട ചിലരെങ്കിലും തിരിച്ചു വരാനുള്ളൊരു സാധ്യതയും കൂടെ കാണേണ്ടി വരില്ലേ നമ്മൾ? അത് ഉണ്ടാവാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ അദ്ദേഹം തീരുമാനിക്കും. അദ്ദേഹം അത് തീരുമാനിക്കുന്ന അത് വ്യക്തിപരമായ സ്ട്രാറ്റജി ആയിട്ട് കൂടിയാണ് ഞാൻ ചോദിച്ചത്. പ്രദീപ് കുമാറിനെ പോലെയുള്ള ആളുകൾ തിരിച്ചു വരും, തിരിച്ചു വന്നേക്കാം. അപ്പോൾ പ്രദീപ് കുമാറോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ ഒക്കെ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു സ്ട്രാറ്റജി ആയിട്ടായിരിക്കും വരിക. അതാണ് ഞാൻ ചോദിച്ചത്. അതെ, കൃത്യം. ഇപ്പം നോർത്ത് പോലുള്ള, കോഴിക്കോട് നോർത്ത് പോലുള്ള ഒരു മണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തണമെങ്കിൽ ഇപ്പം കോൺഗ്രസിൻ്റെ ഇപ്പോൾ അഭിജിത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളൊക്കെ വരികയാണെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി CPM വേണമെന്നുള്ളത് അവർക്ക് ഒരു നിർബന്ധം ഉണ്ടാവില്ല. അപ്പം ഇമ്മീഡിയറ്റ്ലി മുമ്പിലുള്ളത് പ്രദീപാണ്. പ്രദീപ് മുമ്പ് മത്സരിച്ചു, 3 തവണ മത്സരിച്ചു എന്നൊക്കെ പറയുന്ന MLA ആയി എന്നുള്ളതൊന്നും ഘടകമാവാൻ സാധ്യതയില്ല. കാരണം ആ സീറ്റ് ജയിക്കുക എന്നുള്ള സംഭവമായിരിക്കും പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാസ്റ്റ് ഒരു കൺസിഡറേഷൻ എന്ന് പറയില്ല. കോഴിക്കോട് ഒരു കോൺഗ്രസിന്റെ MLA ഉണ്ടായിട്ട് ഏതാണ്ട് 25 കൊല്ലമാകാൻ പോകുന്നു. അപ്പൊ അതില്ലാണ്ട് നോക്കുക എന്നുള്ളത് CPMന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രം തന്നെയായിരിക്കും. അപ്പം പ്രദീപിനെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആക്കിയത് പലരും പറയുന്നത് അദ്ദേഹത്തെ ഈ രംഗത്ത് തന്നെ ഔട്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നൊക്കെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്കുണ്ട്. ഞാൻ കരുതുന്നത് അങ്ങനെയല്ല. അങ്ങനെ ഒരാളെ പ്രദീപിനെ പോലുള്ള ഒരു നേതാവിനെ കോഴിക്കോട് ജില്ലയിൽ പാർട്ടിക്ക് എന്തായാലും അനിവാര്യമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ നോർത്ത് പോലുള്ളൊരു മണ്ഡലത്തിൽ വലിയ മണ്ഡലമാണ്. അതെ, സുജന ബാലക് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സീറ്റുകൾ ഇപ്പം ഒരു സീറ്റിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹം 3 തവണ MLA ആയി എന്നുള്ളത് ഒരു ലാസ്റ്റ് കൺസിഡറേഷൻ ആയിരിക്കും. അത് നെഗറ്റീവ് ആവുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിന് വിജയസാധ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഘടകം ഒരു ഇറലവൻ്റ് ആയി തീരുമെന്നാണ്. അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ MP മാരുടെ കാര്യം എടുത്തിട്ട് MP മാരുടെ തിരിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുക എന്നൊരു സ്ട്രാറ്റജി എടുക്കുമ്പോഴും ഇപ്പുറത്ത് MLA തുടരട്ടെ എന്ന് തീരുമാനിക്കുമ്പോഴും വിന്നബിലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമായിട്ട് 2 മുന്നണികളുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത വിധത്തിൽ വളരെ സ്ട്രാറ്റജിക് ആയിരിക്കും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. കാരണം ചിലപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ 2 ടൈം നിർബന്ധത്തെക്കുറിച്ച് ഗോവിന്ദ മാഷോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു തീരുമാനം കൊണ്ട് കണ്ടമാനം കേഡേഴ്സ് വന്നില്ലേ എന്നുള്ളത് സത്യമാണ്. അതൊരു സത്യമാണ്. കാരണം മന്ത്രിസഭയിലേക്കായാലും നിയമസഭയിലേക്കായാലും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലേക്കായാലും ഒക്കെ പുതിയ ആളുകൾ വന്നു, പുതിയൊരു നേതൃത്വം വരുന്നു. അപ്പോൾ അവർ കൃത്യമായ 2ാം നിര CPM ഇതിനകം തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ രാജു പറഞ്ഞ പോലെ കറക്റ്റായിരിക്കും പ്രാവശ്യം ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, വിജയം. അതിനവർ സിദ്ധാന്തങ്ങളോ തീരുമാനങ്ങളോ ഒക്കെ അതിനനുസരിച്ച് മാറ്റിവെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ 2 മുന്നണികളുടെ കാര്യം പറയുമ്പോൾ ഒരു തേർഡ് ഫോഴ്സ് ആയിട്ട് BJP എമർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 25% വോട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേടുന്നതാണ് അമിത്ഷാ അവകാശപ്പെടുന്നത്. ആ അവകാശവാദം അവിടെ എത്രയാണെങ്കിലും ചില മണ്ഡലങ്ങളിലെങ്കിലും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന വിധത്തിലുള്ള ശക്തിയായിട്ട് അവർ മാറിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചും ഈ സ്ഥാനാർത്ഥികൾ പഴയ മുഖങ്ങൾ തന്നെ എന്നുള്ളൊരു അവസ്ഥയായിരിക്കുമോ മിക്കവാറും? അല്ല, ഇത് BJPയെ കുറിച്ച് പുതിയ ഇത് മിക്സ്ചറായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ BJPക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് പരീക്ഷിക്കാം. അതെ, എങ്ങനെ വേണമെങ്കിൽ പരീക്ഷിക്കാം. കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് ഏത് രീതിയിലുള്ള പരീക്ഷണം നടത്താം. പക്ഷേ ഇതിൽ ഒരു കാര്യം ഞാൻ ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കാട്ടാക്കട PK കൃഷ്ണദാസ് കാട്ടാക്കട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ V മുരളീധരൻ അദ്ദേഹം ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചോ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ചില നേതാക്കൾ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതേ ആളുകൾ അവിടെ
എന്നുള്ളൊരു ഡിസിഷൻ ഓൾറെഡി അവിടെ എടുത്ത് അതിനനുസരിച്ച് പോകുന്നുണ്ടാവും. അല്ല, സുരേഷ് ഗോപി ജയിച്ചത് അങ്ങനെയാണല്ലോ. അതെ. നേരത്തെ തന്നെ തീരുമാനം ഉണ്ടാവുകയും അവിടെ പ്രവർത്തിക്കുന്ന മറ്റു ഘടകങ്ങളുണ്ട്. ജയിച്ചത് അതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നില്ല, മറ്റ് ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്കൊക്കെ അല്ലേ A+ മണ്ഡലം അല്ല അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികൾ ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാം, വേണമെങ്കിൽ മത്സരിക്കാം. അല്ല, നേതാക്കന്മാരുടെ ബന്ധുക്കളും ഭാര്യയുടെ ബന്ധുക്കളും ഒക്കെ ഏത് മണ്ഡലത്തിലേക്ക് പോകുന്നു നോക്കിയിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നത് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എവിടെയാണ്. അതെ, ജമ്മു കാശ്മീർ നാളെ വരുന്നുണ്ടോ നോക്കിയാൽ. റൈറ്റ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നതെങ്കിൽ പോലും അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എല്ലാ ചർച്ചകളും മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും കൗതുകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2 വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. CPM അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ, അതോ ഈ പറയുന്ന പോലെ വിന്നബിലിറ്റി എന്ന ഫാക്ടർ മുന്നിൽ കണ്ടുകൊണ്ട് അടവ് നയം സ്വീകരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കോൺഗ്രസിനെ സംബന്ധിച്ചും MP മാരെ മത്സരിപ്പിച്ചതിനാൽ ജയമുറപ്പാണെന്ന് അവർ വിശ്വസിക്കുന്ന സീറ്റുകളിലേക്ക് MP മാരെ മത്സരിപ്പിക്കാൻ അവർ തീരുമാനിക്കും. അങ്ങനെയാണ് കൂടുതൽ MP മാർ കേരളത്തിൽ മത്സരിക്കും. ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. പവർ പ്ലേയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.